ഒരു വടക്കൻ വീരഗാഥയ്ക്ക് ശേഷം MT ഹരിഹരൻ, മമ്മൂട്ടി, മോഹൻലാൽ ഇവരെല്ലാം ചേർന്ന് മറ്റൊരു വടക്കൻ പാട്ട് സിനിമയാക്കാൻ തീരുമാനിച്ചു. മോഹൻലാലിനും മമ്മൂട്ടിക്കും തുല്യ പ്രാധാന്യമെന്നാണ് കേട്ടിരുന്നത്. പിന്നെ ആ സിനിമ തകിടം മറിഞ്ഞു. തകിടം മറിച്ചതാര്? അതിൻ്റെ പിന്നാമ്പുറ കഥകളാണ് ഇന്നത്തെ വീഡിയോ. ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മോടൊപ്പം ഇല്ല. പക്ഷേ MTയുടെ എഴുത്തുകൾ, MTയുടെ പുസ്തകങ്ങൾ, MTയുടെ സിനിമകൾ, MTയുടെ വാക്കുകൾ എല്ലാം വർഷങ്ങളോളം ഈ ഭൂമിയിലുണ്ടായിരിക്കും, നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. MT ഇല്ലാതെ മലയാള സാഹിത്യമില്ല, MT ഇല്ലാതെ മലയാള സിനിമയില്ല എന്നാലോചിക്കണം. അങ്ങനെയുള്ള MT എഴുത്ത് തുടങ്ങിയപ്പോൾ, തിരക്കഥ ചെയ്തപ്പോൾ, സംവിധാനം ചെയ്തപ്പോൾ, പുതിയ ആളുകളെ കൊണ്ടുവന്നപ്പോൾ അതൊരു വ്യത്യസ്ത രൂപത്തിലായി മാറി എന്നുള്ളതാണ്. ഇപ്പോൾ മമ്മൂട്ടിക്ക് പ്രിയപ്പെട്ട ഒരാളാണ് MTക്ക് പ്രിയപ്പെട്ട ഒരാളാണ് മമ്മൂട്ടി. അവർ തമ്മിലുള്ള അടുപ്പം വളരെ, അതായത് നമുക്ക് പറയാൻ പറ്റില്ല, വാക്കുകൾക്ക് അതീതമാണ് ഇരുവരും തമ്മിലുള്ളൊരു ബന്ധം. അതൊരു പക്ഷേ മമ്മൂട്ടിയുടെ നിഷ്കളങ്കതയിൽ നിന്നുണ്ടായതായിരിക്കാം. ആദ്യം മുതൽ എത്രയോ 14 സിനിമകൾ, MT എഴുതിയ 14 സിനിമകളിൽ മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ട്. ആ 14 സിനിമകളിലും നല്ല റോളാണെന്ന് ആലോചിക്കണം. ആ നല്ല റോള് കിട്ടുമ്പോൾ തന്നെ മമ്മൂട്ടിക്ക് ഏറ്റവും നല്ല നടനുള്ള അവാർഡ് ലഭിച്ചതും MTയുടെ തിരക്കഥയിൽ നിന്ന് തന്നെ ആയിരിക്കണം ആണെന്നുള്ള ആലോചിക്കണം. അപ്പോൾ അത്രയും ബന്ധങ്ങളുണ്ടെന്ന് ആലോചിക്കണം. ഇപ്പോൾ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ചന്തു ഒരു വടക്കൻ വീരഗാഥ ചെയ്ത സമയത്താണെന്ന് ആലോചിക്കണം. വടക്കൻ വീരഗാഥ ചോദിച്ചാൽ അന്ന് ഹരിഹരനാണ് ചെയ്തത്. അതുവരെ ഏറ്റവും കൂടുതൽ മമ്മൂട്ടി IV ശശി വെച്ചിട്ടാണ് ഒരു 5 or 6 സിനിമകൾ അത് മറ്റേ MTയുടെ ആയിട്ട് IV ശശി മമ്മൂട്ടി ചെയ്തിട്ടെന്ന് ആലോചിക്കണം. അപ്പോൾ വടക്കൻ വീരഗാഥ വരുമ്പോൾ അതിൻ്റെ പിന്നാമ്പറങ്ങളിലേക്കൊന്നും ഇപ്പോൾ ഞാൻ പോകുന്നില്ല. അത് വേറെ നമ്മളൊരു എപ്പിസോഡ് ചെയ്യുമ്പോൾ പറയാനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ വടക്കൻ വീരഗാഥ കഴിഞ്ഞ് മമ്മൂട്ടി ഇങ്ങനെ ഷൈൻ ചെയ്ത് നിൽക്കുകയാണ്. മമ്മൂട്ടി ഷൈൻ ചെയ്ത് നിൽക്കുമ്പോഴും വേറൊരു കാര്യം കൂടി ഉണ്ട്. അവിടെ സുരേഷ് ഗോപി സ്കോർ ചെയ്തൊരു കഥാപാത്രം ഉണ്ടെന്ന് ആലോചിക്കണം. അതിൽ ആ സുരേഷ് ഗോപി സ്കോർ ചെയ്ത കഥാപാത്രത്തെക്കുറിച്ച് പലരും പറഞ്ഞു വരുമ്പോഴും ബോധപൂർവമായിട്ട് തന്നെ അത് മമ്മൂട്ടിയിൽ മാത്രം ഫോക്കസ് ചെയ്ത് നിർത്താനൊരു ശ്രമം ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ആ പടം വിജയിച്ചു, ആരും മോശക്കാരായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ മറ്റൊരു പടത്തിൻ്റെ ഒരു പടം വിജയിച്ചാൽ അതിനടുത്തതും അതേ മോഡലാവാൻ പലരും ചെയ്യാറുണ്ട്. MTക്ക് അങ്ങനെ താല്പര്യമില്ലെങ്കിൽ പോലും ഒരു വടക്കൻ മറ്റൊരു രീതിയിൽ, അതായത് ഇതിലെ ചതിയൻ ചന്തുവിനെ നല്ല ചന്തുവാക്കി മാറ്റി പ്രേക്ഷകരുടെ മനസ്സിൽ കുടിയിരുത്തി എതിർപ്പില്ലാതാക്കിയ എഴുത്തുകാരനായ കൗശലക്കാരനാണ് MT എന്ന് ആലോചിക്കണം. അങ്ങനെയുള്ള MT വീണ്ടും ഒരു വടക്കൻ പാട്ടിൽ നിന്നൊരു കഥയെടുക്കുമ്പോൾ അത് ഏത് രീതിയിലായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ഒരു കഥ ചെയ്യേണ്ട അത് തന്നെ ചെയ്യുന്നതായിരിക്കും നന്നായിരിക്കാമെന്ന് ആലോചിച്ചു. അപ്പോൾ ഹരിഹരനും MTയുമായിട്ട് ഈ കാര്യം സംസാരിച്ചു. അപ്പോൾ പറഞ്ഞ കൂട്ടത്തിൽ പയ്യമ്പള്ളി ചന്തു എന്ന ടൈറ്റിൽ തന്നെ ഒരു സിനിമ എടുക്കാം. ചന്തുവിന് വേറെ സംഭവമാണത്. അപ്പോൾ അതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ സിനിമ MTയുടെ കുറേ സിനിമകളിൽ മോഹൻലാൽ അഭിനയിച്ച് തകർത്തിട്ടുണ്ടെങ്കിലും ഈ വടക്കൻ വീരഗാഥയിൽ മോഹൻലാലിനെ ഉൾപ്പെടുത്താൻ കഴിയാത്തതിനൊരു വിഷമമുണ്ട്. അപ്പോൾ ഈ പയ്യമ്പള്ളി ചന്തു ആകുമ്പോൾ മമ്മൂട്ടിയും മോഹൻലാലും വരും. മോഹൻലാലിന് തച്ചോളി ഉദയനൻ്റെ റോൾ കൊടുക്കാം, മമ്മൂട്ടിക്ക് പയ്യമ്പള്ളി ചന്തുവിൻ്റെ റോൾ കൊടുക്കാം. രണ്ടും പവർഫുൾ റോളുകളാണ്. അത് എഴുതുന്ന MT ആണല്ലോ. MT എഴുതുമ്പോൾ പിന്നെ അതിനെ പ്രത്യേകിച്ച് പറയാനില്ലല്ലോ. അപ്പോൾ അതങ്ങനെ വന്നപ്പോൾ ചിലരൊക്കെ ഈ സിനിമാരംഗമാണല്ലോ, സിനിമാരംഗത്ത് ഇങ്ങനെ പിരിമുറുക്കുക, അന്ധവിശ്വാസം ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ നിസ്സാര കാര്യങ്ങളാണത്. അപ്പോൾ ഇതിൻ്റെ ചർച്ച അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹരിഹരനും MT ഇതിൻ്റെ ചർച്ച മുന്നോട്ട് കൊണ്ടുപോയി ഇതിൻ്റെ പ്രൊഡ്യൂസറെ കണ്ടോ ഈ പടം പയ്യമ്പള്ളി ചന്തു എന്നുള്ള ടൈറ്റിൽ പോലും പരസ്യമാക്കി എല്ലാം വന്നിരിക്കുകയാണത്. അപ്പോഴാണ് ഒരു ചില ഭാഗത്തു നിന്ന് മമ്മൂട്ടിക്ക് ചില ഉപദേശങ്ങൾ വരുന്നു. മമ്മൂട്ടി വെറുതെ ഈ സിനിമയിൽ അഭിനയിച്ചുകൊണ്ട്, മറ്റത് പിന്നെ സുരേഷ് ഗോപി ആയതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല, പക്ഷേ ഇതിൽ വരുമ്പോൾ ഉദയനായിട്ട് അഭിനയിക്കുന്ന മോഹൻലാൽ ശരിക്കും സ്കോർ ചെയ്യും, തുല്യ പ്രാധാന്യം സ്കോർ ചെയ്തിരിക്കും. അത് നിങ്ങൾക്കൊരു ഡാമേജ് ആയിരിക്കും. പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ.
അല്ലെങ്കിൽ തന്നെ ഈ വടക്കൻ വീരഗാഥയ്ക്ക് ശേഷം അടുത്ത പടത്തിന് ഇങ്ങനത്തെ പടം വേർത്തിയോ എം ടിക്കാണെങ്കിൽ സബ്ജക്റ്റിനൊന്നും ഒരു കുഴപ്പമില്ല. ഏത് പുതിയ സബ്ജക്റ്റ് വേണമെങ്കിൽ എഴുതാൻ പറ്റും. അടുത്തതും ഒരു വടക്കം പാട്ടിൽ നിന്ന് എടുക്കാന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു ലാഗീണ് പോലെ ആവില്ലേ എന്നൊക്കെ സംസാരിച്ചപ്പോൾ മമ്മൂട്ടിക്ക് ഒരു ഇങ്ങനെ മിന്നി ശരിയല്ലേ പറഞ്ഞത്. പക്ഷെ ഹരിഹരനോട് മമ്മൂട്ടി പറഞ്ഞില്ല. എന്താ പറയുക, ഹരിഹരനോട് പറഞ്ഞാൽ കാര്യമില്ല എന്ന് മനസ്സിലായി. കാര്യം ഇത്തിരി സ്വാതന്ത്ര്യത്തോടെ എന്തെങ്കിലും പറയാൻ പറ്റുന്നത് എം ടിയോട് തന്നെ ആയിരിക്കാം. അങ്ങനെ എം ടിയുടെ അടുത്ത് ഇങ്ങനെ ഒരേ കാര്യങ്ങൾ പറഞ്ഞു, സിനിമയെക്കുറിച്ച് പറഞ്ഞു, പുതിയ പുതിയ കഥകളെക്കുറിച്ച് പറഞ്ഞു. അപ്പോഴും പറഞ്ഞത് ഒരു കാര്യമുണ്ട്, ഭീമനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, ഭീമനെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ എന്നെങ്കിലും ഭീമൻ എന്നുള്ള കഥാപാത്രത്തെ അവതരിപ്പിക്കണം. അപ്പം ആ അവതരിപ്പിക്കണം വേറെ കാര്യമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഭീമൻ എന്നുള്ള കഥാപാത്രത്തെ നാടകരൂപത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിന് മോഹൻലാൽ വേറെ അഭിനയിച്ചെങ്കിലും എം ടിയുടെ കഥാപാത്രത്തെ തന്നെ അവതരിപ്പിച്ച് മനോരമയ്ക്ക് വേണ്ടി അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. അത് എം ടിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. മമ്മൂട്ടിയെ പരസ്യമായി കെട്ടിപ്പിടിച്ചു കൊണ്ട് പറഞ്ഞു, നീ എവിടെ ചെന്നാലും നന്നായിരിക്കും, തൊട്ടതൊക്കെ പൊന്നാക്കും എന്നില്ല സംസാരിച്ചിരുന്നത്. അപ്പോൾ അതൊക്കെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കെ മമ്മൂട്ടി പറഞ്ഞു വെച്ചാൽ അതല്ല, ഈ വടക്കൻ വീരഗാഥ ചെയ്തിട്ട് നമ്മൾ അടുത്ത പടവും നമ്മൾ ഈ വടക്കൻ പാട്ടിനെ കുറിച്ച് ചിന്തിക്കുന്നത് ശരിയാവോ, അതൊരു ആവർത്തനം പോലെ തോന്നില്ലേ എന്ന രീതിയിൽ, അതായത് എം ടിക്ക് ദേഷ്യമോ കോപമോ ഒന്നും വരാത്ത രീതിയിൽ വളരെ മയപ്പെടുത്തി മമ്മൂട്ടി സംസാരിച്ചു എന്നാണ് പറയുന്നത്. അതൊരു സന്തോഷകരമായിട്ട് അഭിപ്രായം എന്നാണ് നമുക്ക് തോന്നുള്ളൂ. അപ്പോൾ എം ടി ആലോചിച്ചു, അത് ശരിയാണ്, ഞാനും അതിനെക്കുറിച്ച് ആലോചിച്ചു. ഇപ്പോൾ മമ്മൂട്ടി പറഞ്ഞതിന് മുമ്പ് തന്നെ ഞാൻ അങ്ങനെ ഒരു ആലോചന ഉണ്ടായിരുന്നു. എന്തായാലും ഞാൻ ഹരനായിട്ടും കൂടി ഒന്നും സംസാരിക്കട്ടെ. അങ്ങനെ സംസാരിച്ച് പറഞ്ഞു, നമുക്കെന്താ ഇത് മാറ്റി വയ്ക്കാം. ഇത് മാറ്റി വയ്ക്കുമ്പോൾ പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് മാറ്റി വയ്ക്കും നമ്മൾ എൻ്റെ മനസ്സിലുള്ളൊരു കഥാപാത്രം കേരളവർമ്മ പഴശ്ശിരാജയെക്കുറിച്ചൊരു സിനിമ ചെയ്യാന്നുള്ളതാണ്. അത് വേറൊരു ചരിത്ര സംഭവമാണത്. അങ്ങനെയാണ് ഈ പയ്യമ്പള്ളി ചന്തു മാറ്റി വെച്ചുകൊണ്ട് കേരളവർമ്മ പഴശ്ശിരാജ എന്നുള്ള സിനിമ എം ടി ഹരിഹരൻ മമ്മൂട്ടി എല്ലാം ചേർന്നുണ്ടാക്കിയത്. അതിലേക്ക് ആ സിനിമയും വൻ വിജയമായി മാറി. കാരണം അതിൻ്റെ ആ ഷൂട്ടിങ്ങിൻ്റെ കിടന്ന കഷ്ടനഷ്ടങ്ങളൊക്കെ, അത് ഗോകുലം ഗോപാലിനെ പോലൊരു പ്രൊഡ്യൂസറല്ലായിരുന്നെങ്കിൽ ആ സിനിമ പൂർത്തിയാക്കാൻ കഴിയുമായിരുന്നില്ല എന്നുള്ളതും സത്യമാണെന്ന് ആലോചിക്കണം. അതിൽ ആ പടത്തിൽ മോഹൻലാൽ ഉണ്ടാകുമെന്ന് പലരും പ്രതീക്ഷിച്ചിരുന്നു, മോഹൻലാലും പ്രതീക്ഷിച്ചു. പക്ഷെ അതിൽ മോഹൻലാൽ വന്നില്ല എന്നുള്ളതാണ് സത്യം. അവിടെയും ഒരു പ്രശ്നം പറ്റിയെന്ന് പറയാൻ കാരണം, നമ്മൾ ചില ഭയങ്ങളുണ്ട്, ഇന്ന ആൾ വന്നാൽ നമുക്ക് പേടി. അപ്പോൾ വടക്കൻ വീരഗാഥയിൽ സുരേഷ് ഗോപി മാർക്ക് എഴുത്ത പോലെ ഈ പഴശ്ശിരാജയിലും ശരത് കുമാർ നടൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ആ ശരത് കുമാറും നന്നായിട്ട് സ്കോർ ചെയ്തു എന്ന് പറഞ്ഞപ്പോഴും മമ്മൂട്ടി ഇച്ചിരി ഒരു ചങ്കെടുപ്പ് എന്നൊക്കെ പറയില്ലേ ഉണ്ടായി. അപ്പോൾ ഈ ആരെയാണോ നമ്മൾ പേടിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് പകരം വേറെ ആൾ വന്നാലും ആ റോളിൻ്റെ മിടുക്ക് കൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു. പക്ഷേ നമുക്ക് ചോദിക്കാനുള്ള ഇത്രയാണത്, മമ്മൂട്ടി എന്തിനാണ് പേടിക്കുന്നത്? ഇന്ത്യയിലെ നമ്പർ 1 നടന്മാരിൽ ഒരാളായിട്ട് നിങ്ങൾ തിളങ്ങി വിളങ്ങി നിന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴൊരു വിദ്യാർത്ഥിയെ പോലെ തന്നെയാണ് നിങ്ങൾ സിനിമയെ കാണുന്നത്. നിങ്ങൾക്ക് ഒരാളെയും പേടിക്കേണ്ട ആവശ്യമില്ല. മമ്മൂട്ടി ചെയ്യേണ്ട റോള് മമ്മൂട്ടിക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ. ആ ബോധം ഇനിയും ആരെങ്കിലും വരട്ടെ, എതിരാളികൾ വരട്ടെ, ശത്രുക്കൾ വരട്ടെ, ഇങ്ങനെ ആരൊക്കെ മത്സരിക്കാൻ വന്നാലും നിങ്ങൾക്കുള്ള വിജയം നിങ്ങൾക്ക് മാത്രമാണ് എന്ന് വിശ്വസിക്കുമ്പോൾ അതിന് ചെയ്താൽ നിങ്ങളെ പരാജയപ്പെടുത്താൻ പറ്റില്ല. കാരണം നല്ലൊരു എതിരാളി വരുമ്പോഴാണ്, പവർഫുള്ളായുള്ള കഥാപാത്രം വരുമ്പോഴാണ്, നല്ലൊരു വില്ലൻ വരുമ്പോഴാണ് നായകൻ്റെ ശക്തിയും സൗന്ദര്യവും പേരും വർദ്ധിക്കും എന്നാലോചിക്കണം. ഒരു തല്ലിപ്പൊളി വില്ലൻ്റെ ഏറ്റുമുട്ടാൻ വന്നാൽ, അഭിനയം അറിയാത്തൊരു വില്ലൻ വന്നു കഴിഞ്ഞാൽ നായകൻ്റെ പ്രസക്തി കുറയില്ലേ? അപ്പോൾ എതിരാളികൾ വരട്ടെ, ശക്തമായ കഥാപാത്രങ്ങൾ വരട്ടെ. എന്തായാലും ഇനി ഇത്തരം മത്സരങ്ങളിലേക്കൊന്നും പോകണ്ട. കിട്ടിയതായാലും പഴശ്ശിരാജയെങ്കിൽ പഴശ്ശിരാജ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? നിങ്ങളുടെ മത്സരം എന്താ? ഇനി ഭീമനിലേക്ക് എത്തുക എന്നുള്ളതാണ്. അത് ആരാണെന്നുള്ളത് നമ്മൾ അടുത്ത എപ്പിസോഡിൽ പറയാം.